നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് താറാവ് മുട്ടയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ്. താറാവ് മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ എന്തെല്ലാം, നാം പതിവായി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാം, എത്ര അളവിൽ കഴിക്കണം, ആർക്കൊക്കെ കഴിക്കാം, ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല, അതുപോലെ അമിതമായി കഴിച്ചാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാം, അതുപോലെ പൈൽസ് രോഗവുമായിട്ട് ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ, ഇതിൻ്റെയൊക്കെയുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് വെക്കുക. താറാവ് മുട്ട വളരെ പോഷക സമൃദ്ധമായ ഒരു ഭക്ഷണമാണ്. കോഴിമുട്ടയെ അപേക്ഷിച്ച് വലിപ്പത്തിലും കലോറിയിലും കൊഴുപ്പിലും പ്രോട്ടീനിലും കുറച്ച് കൂടുതലാണ്. അതിനാൽ ശരിയായ അളവിൽ നാം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കും. ഇനി താറാവ് മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ ഏതെല്ലാമാണ് എന്ന് നോക്കാം. ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, അതുപോലെ വൈറ്റമിൻസ്, ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആയ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, അതുപോലെ വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ്, വൈറ്റമിൻ ബി കോംപ്ലക്സസ്, B6, B12, ഫോളേറ്റ്, അതുപോലെ ധാരാളം ധാതുക്കളും മിനറൽസിലൊക്കെ അയൺ, സിങ്ക്, സെലീനിയം, ഫോസ്ഫറസ് എല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ അമിനോ ആസിഡ്സ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അമിനോ ആസിഡ്സുകളും ആന്റി ഓക്സിഡൻസുകളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. താറാവ് മുട്ട പതിവായി മിതമായ അളവിൽ കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഇതിൽ ധാരാളമായിട്ട് ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മസിലുകളുടെ വളർച്ചയ്ക്കും അതുപോലെ കേടുപാടുകൾ തീർക്കുന്നതിനുമൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ പേശികളുടെ വളർച്ചയ്ക്കും പേശികൾക്ക് ബലം കിട്ടുന്നതിനും താറാവ് മുട്ട സഹായിക്കുന്നതാണ്. വളരുന്ന കുട്ടികൾക്കും അതിൽ ജിമ്മിൽ പോയി മസിൽ ബിൽഡ് ചെയ്യണമെന്ന ആഗ്രഹമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് താറാവ് മുട്ട. അതുപോലെ ഇത് ചർമ്മത്തിനും മുടിക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ചർമ്മത്തിന് മൃദുത്വവും തിളക്കവും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും മുടി പൊട്ടിപ്പോകുന്നത് തടയാനുമൊക്കെ സഹായിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഡി നമ്മുടെ പേശികൾക്കും എല്ലുകൾക്കും അതുപോലെ പല്ലുകൾക്കും കൂടുതൽ ബലം കിട്ടാനായിട്ട് സഹായിക്കുന്നു. സാധാരണയായിട്ട് സൂര്യപ്രകാശത്തിൽ നിന്നാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ആ ഭാഗം കിട്ടുക. പിന്നെ ഫുഡ് ഐറ്റംസിൽ പറയുവാണെങ്കിൽ താറാവ് മുട്ടയിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി ഉള്ളത്. അതുകൊണ്ട് തന്നെ താറാവ് മുട്ട പതിവായി ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന്, ഇപ്പോൾ ഒട്ടനവധി പേർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് താറാവ് മുട്ട. മറ്റൊരു പ്രധാന ആരോഗ്യ ഗുണം എന്നുള്ളത് കണ്ണുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ ആണ് ഇതിന് സഹായിക്കുന്നത്. അതുപോലെ വൈറ്റമിൻ B12 ഉള്ളതിനാൽ രക്തകോശങ്ങളുടെ നിർമ്മാണത്തിനും സഹായിക്കുന്നു. ഇരുമ്പ് അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ച, രക്തക്കുറവ് പോലെയുള്ള കണ്ടീഷൻസിലൊക്കെ ഒരു സഹായം തന്നെയാണ് താറാവ് മുട്ട. അതുപോലെ ഇതിൽ കൊളീൻ എന്ന പോഷക ഘടകം അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ്. അതായത് ഇപ്പം ഓർമ്മശക്തി കൂട്ടാനും അല്ലെങ്കിൽ പഠനശേഷി വർദ്ധിപ്പിക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് കോളിൻ. അപ്പോൾ കോളിൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് കുട്ടികൾക്കും അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം തന്നെയാണ് താറാവ് മുട്ട. ഇനി ഇതിൽ അടങ്ങിയിരിക്കുന്ന സെലീനിയം, സിങ്ക് തുടങ്ങിയവ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. പെട്ടെന്നുണ്ടാകുന്ന അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ജലദോഷം, പനി പോലെയുള്ള റെക്കറന്റ് ഇൻഫെക്ഷൻസ് പ്രതിരോധ ശേഷി കുറയുമ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ് താറാവ് മുട്ട. മറ്റൊരു പ്രധാന ആരോഗ്യ ഗുണം എന്നുള്ളത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അമിതവണ്ണമുള്ളവരും ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും താറാവ് മുട്ട കഴിക്കാവുന്നതാണ്. കാരണം ഇത് കൂടുതൽ നേരം നമുക്ക് വയറ് നിറഞ്ഞ ഒരു ഫീലിങ്സ് കിട്ടുന്നുള്ളത് കൊണ്ട് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. നമുക്ക് പെട്ടെന്ന് വിശപ്പുണ്ടാകുകയില്ല. അതിനാൽ ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു ഭക്ഷണമാണ് താറാവ് മുട്ട. കുട്ടികളുടെയും കൗമാരക്കാരുടെയും വളർച്ചയ്ക്ക് വളരെ സഹായകരമാണ്
താറാവ് മുട്ട അവർക്ക് ഉയരം വെക്കുന്നതിലും അതുപോലെ ശരീര വളർച്ചയ്ക്കും മസ്തിഷ്ക വികാസത്തിനുമൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇത്. അതുപോലെ പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. കാരണം ഇതിൽ നാച്ചുറൽ ആയിട്ടുള്ള ഷുഗേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്കും താറാവ് മുട്ട കഴിക്കാവുന്നതാണ്. അടങ്ങിയിട്ടുള്ളത് കൊണ്ട് എല്ലുകളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസ് എന്ന കണ്ടീഷനിൽ നിന്നൊക്കെ രക്ഷ നേടാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. ഇനി എത്ര അളവിൽ കഴിക്കാം താറാവ് മുട്ട എന്നുള്ളതാണ്. നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക്, മുതിർന്ന ഒരാൾക്ക് സാധാരണയായിട്ട് 2 മുതൽ 4 താറാവ് മുട്ട വരെ ആഴ്ചയിൽ കഴിക്കാം. ഒരാഴ്ചയിൽ എല്ലാ ദിവസവും കഴിക്കുന്നത് അത്ര നല്ലതല്ല. എന്നാൽ കോഴിമുട്ട എല്ലാ ദിവസവും കഴിക്കാമെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. താറാവ് മുട്ട ആഴ്ചയിൽ 2 മുതൽ 4 വരെ കഴിച്ചാൽ മതിയാകും. അതിൽ അത്രയും പ്രോട്ടീൻസും കൊഴുപ്പുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതിൽ കൂടുതൽ കഴിക്കേണ്ട ആവശ്യമില്ല. എപ്പോൾ കഴിക്കുമ്പോഴാണ് കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ കിട്ടുന്നത് എന്ന് വെച്ചാൽ പ്രഭാത ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഉച്ചയ്ക്ക് ഭക്ഷണത്തോടൊപ്പം കഴിക്കാം, വൈകിട്ട് കഴിക്കാം, അതായത് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. പക്ഷെ കൂടുതൽ ഗുണം കിട്ടുന്നത്, നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് പ്രഭാത ഭക്ഷണത്തോടൊപ്പം കഴിക്കുമ്പോഴാണ്. കാരണം രാവിലെ കഴിക്കുമ്പോൾ തന്നെ ആ ദിവസം മൊത്തം ഊർജ്ജസ്വലതയോടും അല്ലെങ്കിൽ ഉന്മേഷത്തോടും എനർജിയോടും കൂടിയൊക്കെ ഇരിക്കാൻ സഹായിക്കും. ഇതിൽ ധാരാളമായിട്ട് കാലറിയും കൊഴുപ്പുകളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഊർജം ലഭിക്കും. അപ്പൊ അതുകൊണ്ട് രാവിലെ പ്രഭാത ഭക്ഷണത്തോടൊപ്പം കഴിക്കുകയാണെങ്കിൽ ആ ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ ഇരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ വ്യായാമത്തിന് ശേഷവും കഴിക്കാം. ജിമ്മിലൊക്കെ പോകുന്നവർക്ക് അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് വ്യായാമം ചെയ്തു കഴിഞ്ഞിട്ട് വ്യായാമത്തിന് ശേഷവും കഴിക്കാവുന്നതാണ്. എങ്ങനെ കഴിച്ചാലാണ് കൂടുതൽ ഗുണം കിട്ടുന്നത് എന്ന് നോക്കാം. നന്നായി വേവിച്ച്, ആവിയിൽ വേവിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ കുറച്ച് എണ്ണയെടുത്ത് ഓംലെറ്റ് ആക്കി കഴിക്കാം. ഇതിൽ അധികം എണ്ണയോ അല്ലെങ്കിൽ വെണ്ണയോ ഉപ്പോ ഒന്നും അമിതമായിട്ട് ചേർത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. ആർക്കൊക്കെ കഴിക്കാം എന്നുള്ളത്, കുട്ടികള്, വിദ്യാർത്ഥികള്, അതുപോലെ ഗർഭിണികൾക്ക് കഴിക്കാം, മുലയൂട്ടുന്ന അമ്മമാർക്ക് കഴിക്കാം, കായിക താരങ്ങൾ അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്നവര്, മസിൽ ബിൽഡ് ചെയ്യാൻ ആഗ്രഹമായിട്ട് ജിമ്മിലൊക്കെ പോകുന്നവർക്ക്, ഇവർക്കൊക്കെ കഴിക്കാം. അതുപോലെ ശരീരം മെലിഞ്ഞിരിക്കുന്നവർക്ക്, അത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആരോഗ്യ ഗുണം അതിനുണ്ട്. ശരീരം മെലിഞ്ഞിരിക്കുന്നവർക്ക് കഴിക്കാം. ശരീരഭാരം കൂട്ടിയെടുക്കാനും ഇത് സഹായിക്കുന്ന ഒന്നാണ്. ഇനി ആരൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്, അതായത് ഇവരൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ താറാവ് മുട്ട കഴിക്കാവുള്ളൂ. അവരെങ്ങനെയുള്ളവരാന്ന് വെച്ചാൽ ഒരുപാട് കൊളസ്ട്രോൾ ലെവൽ കൂടുതലുള്ളവര്, അതുപോലെ ഗുരുതരമായിട്ടുള്ള കരൾ രോഗങ്ങളുള്ളവര്, വൃക്ക രോഗങ്ങളുള്ളത്, അതുപോലെ ഹൃദ്രോഗങ്ങൾ ഉള്ളവർ, ഇവരെല്ലാം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ. അമിതമായിട്ട് കഴിച്ചാലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്ന് വെച്ചാൽ ശരീരഭാരം കൂടും. ഇതിൽ ധാരാളമായിട്ട് കൊഴുപ്പുകളും അതുപോലെ കലോറിയും ഉള്ളതുകൊണ്ട് ശരീരഭാരം കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ ചീത്ത കൊളസ്ട്രോൾ എന്ന് നമ്മൾ വിളിക്കുന്ന LDL കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിക്കാൻ ഇടയുണ്ട്. അതുപോലെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വയറിന് വേദന, വയറിളക്കം, ഛർദി പോലെയുള്ള വയറിന്റെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി പലർക്കുമുള്ള ഒരു സംശയമാണ് താറാവ് മുട്ട പൈൽസ് രോഗത്തിനുള്ള ഒരു ഔഷധമാണോ എന്നുള്ളത്. ഏതെങ്കിലും താറാവ് മുട്ട പൈൽസ് രോഗത്തിനുള്ള ഒരു ചികിത്സയല്ല. പലർക്കുമുള്ളൊരു സംശയമാണ്. ചിലർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പൈൽസ് രോഗത്തിന് ഉള്ള ഒരു ചികിത്സയല്ല താറാവ് മുട്ട. പൈൽസ് രോഗമുള്ളവർക്ക് താറാവ് മുട്ട കഴിക്കാം, പക്ഷെ അതിന്റെ ചികിത്സയല്ല. അതുകൊണ്ട് മാത്രം പൈൽസ് രോഗം മാറുകയുമില്ല. കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് വെച്ചാൽ, പുതുതായിട്ട് കിട്ടിയ മുട്ട മാത്രമേ ഉപയോഗിക്കാവൂ. നന്നായി വേവിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. അതുപോലെ പൊട്ടിയ മുട്ട ഉപയോഗിക്കരുത്. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് താറാവ് മുട്ട കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് താറാവ് മുട്ട വളരെ പോഷക സമ്പുഷ്ടമായ ഒരു ഭക്ഷണമാണെന്നും അത് നമ്മൾ കഴിച്ചാൽ നമുക്ക് ശരീരത്തിന് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും എത്ര അളവിൽ കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ വിശദമായ ഒരു വിവരം കിട്ടി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് വെക്കുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.